നമസ്കാരം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ശനിയാഴ്ച രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനിരുന്ന തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. വിജയെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ചിട്ടില്ലെന്ന് ഗവർണർ ആർ.വി. ആർലേക്കറുടെ ഓഫീസ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ തമിഴകം മറ്റൊരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്. ഭൂരിപക്ഷം തെളിയിക്കുന്നതിനുള്ള കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ ടി.വി.കെ നേതൃത്വത്തിന് കഴിയാത്തതാണ് ഈ പ്രതിസന്ധിക്ക് ആധാരമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വിജയ് മുഖ്യമന്ത്രിയാവുന്ന തടയാൻ എടപ്പാടി പളനിസ്വാമി പക്ഷവും ടി.ടി.വി. ദിനകരനും കൈകോർത്തതാണ് രാജ്ഭവനിലെ ചർച്ചകളെ മാറ്റിമറിച്ചത്. എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന അവകാശവാദവുമായി എ.എം.എം.കെ നേതാവ് ടി.ടി.വി. ദിനകരൻ ഗവർണർക്ക് കത്ത് നൽകിയത് വിജയുടെ ആത്മവിശ്വാസത്തിന് വലിയ പ്രഹരമായി. സഖ്യകക്ഷികളുടെ പിന്തുണ സംബന്ധിച്ച അവകാശവാദങ്ങളിൽ വ്യക്തതയില്ലാത്ത സാഹചര്യത്തിൽ തിടുക്കപ്പെട്ടൊരു തീരുമാനമെടുക്കാൻ ഗവർണർ തയ്യാറല്ല എന്നാണ് റിപ്പോർട്ടുകൾ. ടി.വി.കെക്ക് പിന്തുണ നൽകിയെന്ന് കരുതിയിരുന്ന വി.സി.കെ, മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളുടെ ഔദ്യോഗിക പിന്തുണാ കത്തുകൾ കൃത്യമായി ഗവർണർക്ക് മുന്നിൽ ഹാജരാക്കാൻ വിജയുടെ സംഘത്തിന് സാധിച്ചില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. ഭൂരിപക്ഷം തെളിയിക്കുന്നതിൽ സംഭവിച്ച ഈ സാങ്കേതിക പിഴവ് എടപ്പാടി പളനിസ്വാമിക്ക് പുതിയൊരു രാഷ്ട്രീയ ഇടം തുറന്നു നൽകിയിരിക്കുകയാണ്. സഖ്യകക്ഷികളുടെ ചാഞ്ചാട്ടം ദളപതിയെ പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു. തന്റെ പാർട്ടിയായ എ.എം.എം.കെയുടെ മന്നാർക്കുടി എം.എൽ.എ എസ് കാമരാജ് വിജയ്ക്ക് പിന്തുണ നൽകിയെന്ന വാർത്തകൾ ദിനകരൻ ശക്തിയായി നിഷേധിച്ചു. ടി.വി.കെ വ്യാജ പിന്തുണ കത്തുകൾ ഉണ്ടാക്കിയെന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും അതുവരെ വിജയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കരുതെന്നും ആവശ്യപ്പെട്ട് ദിനകരൻ രാജ്ഭവനിൽ നേരിട്ടെത്തി കത്ത് നൽകുകയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഭരണം പിടിക്കാൻ ആവശ്യമായ 118 എം.എൽ.എമാരുടെ പിന്തുണ ടി.വി.കെക്ക് ഇല്ലെന്നാണ് ഗവർണറുടെ പ്രാഥമിക വിലയിരുത്തൽ. വിജയുടെ പക്ഷത്ത് നിലവിൽ 116 പേരുടെ പിന്തുണ മാത്രമേ ഉറപ്പായിട്ടുള്ളൂ. കേവല ഭൂരിപക്ഷത്തിലെ 2 അംഗങ്ങളുടെ കുറവുള്ളതിനാൽ മതിയായ രേഖകളില്ലാതെ സർക്കാർ ഉണ്ടാക്കാൻ അനുവദിക്കില്ലെന്ന കർശന നിലപാടിലാണ് ഗവർണർ ആർ.വി. ആർലേക്കർ. വിജയെ അട്ടിമറിക്കാൻ എടപ്പാടി പളനിസ്വാമി പശ്ചാത്തലത്തിൽ കരുനീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ്, CPI, CPM എന്നീ പാർട്ടികളുടെ പിന്തുണ ടി.വി.കെക്ക് ഉണ്ടെന്ന് കരുതുമ്പോഴും നിർണായക ഘട്ടത്തിൽ വി.സി.കെയും മുസ്ലിം ലീഗും വിട്ടുനിന്നത് എ.ഡി.എം.കെയുടെ തന്ത്രപരമായ നീക്കങ്ങളുടെ ഫലമാണെന്നും പറയപ്പെടുന്നു. ദളപതിയെ തടയാൻ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം രംഗത്തിറങ്ങിയതോടെ സത്യപ്രതിജ്ഞാവേദി ഒരുങ്ങി ചെന്നൈയിൽ ഇപ്പോൾ ആശങ്കപ്പെട്ടിരിക്കുകയാണ്. രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞ നടക്കുമെന്ന് കാത്ത് പന്തലുകളും മറ്റുമൊരുക്കിയ ടി.വി.കെ പ്രവർത്തകർ ഗവർണറുടെ അറിയിപ്പോടെ നിരാശയിലായിട്ടുണ്ട്. രാജ്ഭവനിൽ നിന്നുള്ള ഔദ്യോഗിക ക്ഷണം ലഭിക്കാതെ മുന്നോട്ടു പോകാനാവില്ലെന്ന തിരിച്ചറിവിൽ വിജയ് നിയമവിദഗ്ധരുമായി അടിയന്തര ചർച്ചകൾ നടത്തി വരികയാണ്. പിന്തുണ പിൻവലിച്ചുവെന്ന് പറയപ്പെടുന്ന നേതാക്കളെ നേരിൽ കണ്ട് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പണ്ടരങ്ങേറിയ കൂടുമാറ്റങ്ങളുടെയും അട്ടിമറികളുടെയും ഓർമ്മകളാണ് നിലവിൽ സാഹചര്യം സമ്മാനിക്കുന്നത്. ഭൂരിപക്ഷത്തിന് 2 സീറ്റുകൾ മാത്രം അകലെ നിൽക്കുന്ന വിജയെ പരാജയപ്പെടുത്താൻ എടപ്പാടി പളനിസ്വാമി മറ്റ് സ്വതന്ത്രരെയും ചെറുകക്ഷികളെയും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായാണ് വിവരം. പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാൻ പിന്തുണ നൽകാൻ തയ്യാറാണെന്ന് ദിനകരൻ വ്യക്തമാക്കിയതോടെ NDMK ക്യാമ്പ് ഉഷാറായിട്ടുണ്ട്.